നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. കണ്ണൂർ CPIM-ന് ഇനി പുതിയ മുഖം. CPIM ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷ്. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് രാഗേഷ്. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ 2 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചത് വാഴച്ചാൽ സ്വദേശികളായ സതീഷും അംബികയും. വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ആനയാക്രമണം സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. DYSP തലത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച റൂറൽ SP. മുതലപ്പുഴി ഹാർബറിൽ മണൽ മൂടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. CITU-വിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം. സംയുക്ത സമരസമിതിയുമായി മന്ത്രി സജി ചെറിയാൻ നാളെ ചർച്ച നടത്തും. ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്രയെ ED ചോദ്യം ചെയ്യുന്നു. മുൻപ് 11 തവണ ED വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു. രാഷ്ട്രീയ പകപോക്കലെന്ന് വാദ്ര. വായ്പാ തട്ടിപ്പ് കേസിൽ പിടിയിലായ മെഹുൽ ചോക്സിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ. ED CBI ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 6 അംഗ സംഘം ബെൽജിയത്തിലേക്ക്. ജാമ്യം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങി ചോക്സി അർബുദബാധിതനാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ. കാസർഗോഡ് ബേടകത്ത് തമിഴ്നാട് സ്വദേശി കടയ്ക്കുള്ളിലിട്ട് തീ കൊളുത്തിയ യുവതി മരിച്ചു. മണ്ണടുക്കം സ്വദേശി രമിതയാണ് മരിച്ചത്. മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രമിതയെ ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തീ കൊളുത്തിയത് ഈ മാസം 8-ന്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത്. വഖഫ് നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ സന്ദർശനം. ബിൽ പാസാക്കിയതിന് നന്ദി അറിയിച്ച് NDA സംഘടിപ്പിക്കുന്ന നന്ദി മോദി പരിപാടിയിൽ പങ്കെടുക്കും. സമരം ശക്തമാക്കി മുന്നോട്ടു പോകാൻ ആശാ വർക്കർമാർ. രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുമെന്ന് സമരസമിതി. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഈ മാസം 21-ന് ആദരമർപ്പിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ച് 65 ദിവസം പിന്നിടും. മുഖ്യമന്ത്രിയുടെ മകൾ T വീണ പ്രതിയായ മാസപ്പടി കേസിൽ കുരുക്ക് മുറുകുന്നു. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് EDക്ക് കോടതി ഉത്തരവിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടും CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ ശേഷിക്കുന്നത് വെറും 4 ദിവസങ്ങൾ മാത്രം. അവസാന ദിവസമെങ്കിലും സർക്കാർ കനിയുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. പകുതി പേരെയെങ്കിലും നിയമിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കോഴിക്കോട് ഫറോക്കിൽ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റാരോപിതരായ കുട്ടികളെ ഇന്ന് ഹാജരാക്കണം. ഇവരെ ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കാൻ പോലീസ് രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകി. 15-കാരിയെ പീഡിപ്പിച്ച് അത് മൊബൈലിൽ പകർത്തിയതായും പരാതിയിൽ വ്യക്തമാണ്. ഹൈദരാബാദിൽ IPL ഫ്രാഞ്ചൈസിയായ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരങ്ങൾ താമസിക്കുന്ന പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായി. കെട്ടിടത്തിൽ തീ അതിവേഗം പടരുകയും പുകപടലങ്ങൾ നിറയുകയും ചെയ്തു. പരിഭ്രാന്തരായ താമസക്കാർ ഹോട്ടലിൽ നിന്ന് അതിവേഗം പുറത്തിറങ്ങുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ആശുപത്രിയിൽ തീപിടുത്തം. മുഴുവൻ രോഗികളെയും സുരക്ഷിതമായി മറ്റാശുപത്രികളിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ആശുപത്രിയിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യം തീപടർന്ന നിലയിൽ 40ഓളം രോഗികളാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ സംഘർഷം ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്രം. അതേസമയം ഭാങ്കറിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ കടകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടത്തി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 200-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. പ്രശസ്ത ബംഗ്ലാദേശി മോഡലും മുൻ മിസ് എർത്ത് ബംഗ്ലാദേശ് ജേതാവുമായ മേഘ്ന ആലം അറസ്റ്റിൽ. രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധത്തിന് ഭീഷണി ഉയർത്തിയെന്നാരോപിച്ച് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരമാണ് പോലീസ് നടപടി.
രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് സൗദി അറേബ്യൻ നയതന്ത്രജ്ഞനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് മേഘ്നയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയുമായുള്ള NIA ചോദ്യം ചെയ്യൽ തുടരുന്നു. ലഷ്കർ ഇ തൊയ്ബയുമായും ഡേവിഡ് ഹെഡ്ലിയുമായുമുള്ള റാണയുടെ ബന്ധത്തെക്കുറിച്ച് NIA അന്വേഷിക്കുകയാണ്. ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി സംശയം. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും അന്വേഷിക്കും. ഡൽഹിയിൽ യുവതിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച വൈകുന്നേരം GTB എൻക്ലേവ് പ്രദേശത്താണ് 20 വയസ്സ് തോന്നിക്കുന്ന യുവതിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. സുരാൻകോട്ടയിലെ ലസാന ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം തെരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ലോഹങ്ങളുടെയും കാന്തങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ച് ബീജിംഗ്. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെയാണ് ചൈനീസ് സർക്കാർ പുതിയ നിയന്ത്രണ സംവിധാനം തയ്യാറാക്കുന്നത്. നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനിടയിൽ കാറുകൾ മുതൽ മിസൈലുകൾ വരെയുള്ള എല്ലാത്തിൻ്റെയും നിർമ്മാണത്തിന് അത്യാവശ്യമായ കാന്തങ്ങളുടെ കയറ്റുമതി പല ചൈനീസ് തുറമുഖങ്ങളിലും നിർത്തിവെച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച വ്യാപാര പ്രതിസന്ധികളെ മറികടന്നതോടെ കയറ്റുമതി പ്രതീക്ഷകളെ മറികടന്ന് 12.4% വളർച്ച കൈവരിച്ച ചൈന. ബ്ലൂംബർഗ് സർവേയിൽ പ്രവചിച്ച 4.6% ഇരട്ടിയിലധികമാണിതെന്ന് ബീജിംഗിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു. എന്നാൽ ഇതേ കാലയളവിൽ ഇറക്കുമതി 4.3% കുറഞ്ഞു. അർദ്ധരാത്രി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ വടക്കൻ ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ആശുപത്രിയുടെ എമർജൻസി വാർഡ്, ഫാർമസി, അടുത്ത കെട്ടിടങ്ങൾ എന്നിവ തകർന്നെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുന്നറിയിപ്പ് ലഭിച്ചതോടെ രാത്രി തന്നെ 100 കണക്കിന് രോഗികളെ ഒഴിപ്പിച്ചു. മെക്സിക്കോ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാനുള്ള നടപടിയുമായി അമേരിക്ക. മെക്സിക്കോ അതിർത്തിയിലെ ഭൂമി ഏറ്റെടുത്ത് സൈനിക കേന്ദ്രമാക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു US. അമേരിക്കൻ പ്രതിരോധ വകുപ്പിനായിരിക്കും മേഖലയുടെ നിയന്ത്രണ ചുമതല. ആഭ്യന്തര നിയമനിർവഹണത്തിന് സൈന്യത്തെ ഉപയോഗിക്കുന്നത് ഫെഡറൽ നിയമത്തിൽ വിലക്കുണ്ട്. ഇത് മറികടക്കാനും കൂടിയാണ് അതിർത്തിയിൽ സൈനിക കേന്ദ്രം ഒരുക്കുന്നതെന്നാണ് സൂചന. എന്നാൽ സൈനിക താവളത്തിന്റെ ഭാഗമായ ഭൂമിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതാണെങ്കിൽ സൈന്യത്തിന്റെ വിലക്ക് മറികടക്കാനാകും. മെക്സിക്കോ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാനുള്ള നടപടിയുമായി അമേരിക്ക. മെക്സിക്കോ അതിർത്തിയിലെ ഭൂമി ഏറ്റെടുത്ത് സൈനിക കേന്ദ്രമാക്കാൻ US നീക്കം തുടങ്ങി. യുദ്ധക്കെടുതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രാജ്യത്തേക്ക് ക്ഷണിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. പുടിൻ എന്താണ് ചെയ്തതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ക്ഷണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സന്ദർശിക്കണമെന്നാണ് ആവശ്യം. അടുത്ത വർഷം അവസാനത്തോടെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് ചൊവ്വയിലെത്തുമെന്ന് SpaceX മേധാവി ഇലോൺ മസ്ക്. മസ്കിന്റെ തന്നെ മറ്റൊരു കമ്പനിയായ ടെസ്ല വികസിപ്പിച്ച ഒപ്റ്റിമസ് റോബോട്ടുകളും സ്റ്റാർഷിപ്പിൽ പോകും. ഹ്യൂമനോയിഡ് ഗണത്തിലുള്ള റോബോട്ടുകളാണ് ഒപ്റ്റിമസ്. ഫ്ലോറിഡയിലെ ബോക്ക റാറ്റണിൽ ചെറുവിമാനം ഇടിച്ചു കയറിയ അപകടത്തിൽ 3 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. മരിച്ചവരെ അധികൃതർ തിരിച്ചറിഞ്ഞു. കുവൈറ്റിൽ റോഡ് ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ച പൊടിക്കാറ്റ് ശക്തമായി വീശാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്താൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം. ദുബായിൽ വെള്ളപ്പൊക്കം തടയാൻ വിപുലമായ ഓവുചാൽ സംവിധാനം നിർമ്മിക്കുന്നു. പദ്ധതിക്ക് ദുബായ് മുനിസിപ്പാലിറ്റി 143 കോടി ദിർഹമിന്റെ കരാർ നൽകി. ഭാവിയിലേക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാനുള്ള UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതിക്ക് രൂപം നൽകിയത്.
വടക്ക് കിഴക്കൻ കുവൈറ്റിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രാത്രിയാണ് ഉണ്ടായത്. കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചുമായി അഫിലിയേറ്റ് ചെയ്ത കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്കാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് എവിടെയും അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എമിറേറ്റിൽ റോഡ് അപകട മരണങ്ങളിൽ വലിയ തോതിൽ കുറവ് സംഭവിച്ചതായി കണക്കുകൾ. കഴിഞ്ഞ 18 വർഷത്തിനിടെ റോഡ് അപകട മരണങ്ങളിൽ രേഖപ്പെടുത്തിയത് 90% കുറവ്. കണക്കുകൾ പുറത്തുവിട്ടത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയും ദുബായ് പോലീസും ചേർന്ന് നടത്തിയ യോഗത്തിൽ. രാജ്യത്തെ ഓഫ്ലൈനേഴ്സിന്റെ കണക്ക് പുറത്തുവിട്ട് ജർമ്മനി. ഒരിക്കൽ പോലും ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഏകദേശം 3 ദശലക്ഷം പേർ ജർമ്മനിയിലുണ്ടെന്ന് കണക്കുകൾ. ജർമ്മൻ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 65-നും 74-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരുടെ എണ്ണം കൂടുതലെന്നും കണക്കുകൾ. മസ്കറ്റ് 29ാമത് എഡിഷൻ മസ്കറ്റ് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഏപ്രിൽ 23-ന് തുടക്കമാകും. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് പുസ്തകമേള. അക്ഷരോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായാണ് സംഘാടകർ പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മേളയുടെ സമയം. സാഹിത്യം, ശാസ്ത്രം, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വായനക്കാർ, ഗവേഷകർ, അക്കാദമിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി നിരവധി സെഷനുകൾ മേളയിലുണ്ടാകും. 23-ന് ആരംഭിക്കുന്ന പുസ്തകമേള മെയ് 3-ന് സമാപിക്കും. ഷാർജയിൽ കെട്ടിടത്തിന് തീപിടിച്ചത് കണ്ട ദൃക്സാക്ഷി മരിച്ചു. പാകിസ്ഥാൻ സ്വദേശിയായ 40-കാരനാണ് മരിച്ചത്. അൽ നഹ്ദയിലുണ്ടായ തീപിടുത്തത്തിൽ നേരത്തെ 4 പേർ മരിച്ചിരുന്നു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിളും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി വിഷു ആഘോഷം സംഘടിപ്പിച്ചു. കെന്റിലെ റോച്ചസ്റ്റർ എന്ന സ്ഥലത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് വിഷു ആഘോഷിച്ചത്. ക്ഷേത്രം പൂജാരി വിഷ്ണു രവി, വാണി സിബികുമാർ, സിന്ധു രാജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം. കാക്കനാട് ഓൺലൈൻ ടാക്സിയുടെ മറവിൽ ലഹരി വിൽപ്പന. MDMA-യുമായി കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപേക്കയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 5 ഗ്രാം MDMA എക്സൈസ് കണ്ടെത്തി. എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ നിയമവിരുദ്ധ യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 7-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലും മാട്ടുപ്പെട്ടി റോഡിലുമാണ് നിയമലംഘനങ്ങൾ ഏറെയും. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കാസർഗോഡിന്റെ മലയോര മേഖലയിൽ പെയ്ത വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. പാണത്തൂർ കല്ലപ്പള്ളിയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഒരാളുടെ വീട് തകർന്നു. തൊട്ടമന ജവഹർലാലിന്റെ വീടിന് മുകളിലാണ് മരം വീണ് നാശനഷ്ടമുണ്ടായത്. പാലാവയൽ, ഓടക്കൊല്ലി, മലാങ്കടവ്, തയ്യേനി മേഖലയിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. വെള്ളരിക്കുണ്ട് ഹൊസ്ദുർഗ് താലൂക്ക് പരിധിയിൽ 34 mm മഴ രേഖപ്പെടുത്തി. മലപ്പുറം തിരൂരിൽ യുവതിയെയും മകളെയും കാണാനില്ലെന്ന് പരാതി. 22-കാരി അഖിലയെയും 3 വയസ്സുകാരി മകളെയുമാണ് കാണാതായത്. തിരൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇവരെ അവസാനമായി കണ്ടതെന്ന് കുടുംബം അറിയിച്ചു. യുവതിയെയും കുട്ടിയെയും കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് പോലീസ്. തൃശൂർ മാളയിൽ റോഡിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തത്. മാള പോലീസ് അനുരാജിനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി. ഇതിനിടെ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ. CBI അന്വേഷണം ആവശ്യം ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമെന്നും ഹർജിയിൽ. കോഴിക്കോട് കൊട്ടപ്പുറത്ത് ചായപാത്രം കൊണ്ടുള്ള സഹോദരന്റെ മർദ്ദനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു. കൊട്ടപ്പുറം ഉണ്ണിയത്തിപ്പറമ്പ് സ്വദേശി TP ഫൈസലാണ് മരിച്ചത്. ഫൈസലിനെ ഏപ്രിൽ 12-ന് രാവിലെ വീട്ടിൽ വെച്ച് സഹോദരൻ ഷാജഹാൻ ചായപാത്രം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഷാജഹാനെ പോലീസ് കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തു.
തൃശൂർ ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കുട്ടനാട് അഖിലാണം സ്വദേശി മഹേഷിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി കുന്നത്തേരിയിലാണ് അപകടം നടന്നത്. മഹേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ കാട്ടൂരിൽ അപകടശേഷം നിർത്താതെ പോയ വാഹനാപകട കേസിലെ പ്രതിയെയും വാഹനവും കണ്ടെത്തി പിടികൂടി. ചന്ദ്രപുരയ്ക്കൽ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് ചിറ്റിലപ്പള്ളി സ്വദേശി ക്രിസ്റ്റീനയെ സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷമുണ്ടാക്കിയ 3 യുവാക്കൾ അറസ്റ്റിൽ. കോടനാട് സ്വദേശിയായ സിദ്ധാർത്ഥ്, രായമംഗലം സ്വദേശി ജൂഡ്, കോടനാട് സ്വദേശി ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 3-അംഗ സംഘം ടോൾ പ്ലാസയിലെത്തി ജീവനക്കാരനെ മർദ്ദിക്കുകയും നാശനഷ്ടം വരുത്തുകയുമായിരുന്നു. മലപ്പുറം പാണ്ടിക്കാട് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. അമിത വേഗതയിലെത്തിയ ലോറി ഒരു ട്രാവലറിലും കാറിലും ഇടിച്ച് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് മറിയുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ ആമക്കാട് സ്വദേശി ആപ്പയെ 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിലെയും കാറിലെയും പരിക്കേറ്റ യാത്രക്കാരെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. തൃശൂർ BJP മണലൂർ മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ നടത്തി. യോഗത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയവും സംഘടനയുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നത്. തൃശൂർ വരവൂർ കോഴി മാലിന്യ പ്ലാന്റിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ CPIM വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷൻ. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ ഒല്ലൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രതിഷേധം നടത്തി. ക്രൈസ്തവർക്കെതിരെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയായിരുന്നു പ്രതിഷേധം. ഒല്ലൂർ സെൻട്രലിൽ നടന്ന പ്രതിഷേധം ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അരുവിക്കരയിൽ സർക്കാർ ഭൂമി കോൺഗ്രസ് പ്രാദേശിക നേതാവ് അനധികൃതമായി കൈവശം വെച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധം. നേതാവ് സ്വാധീനം ഉപയോഗിച്ച് വസ്തു സ്വന്തമാക്കാൻ ശ്രമിക്കുകയും കൃഷി നടത്തുകയും ചെയ്യുന്നു എന്നാണ് ആരോപണം. ഉത്സവകാലത്ത് യാത്രക്കാർക്ക് ആശ്വാസവുമായി ഇന്ത്യൻ റെയിൽവേ. എറണാകുളത്ത് നിന്ന് ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് 1-വേ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ഈ മാസം 16-ന് വൈകിട്ട് 6:05-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 18-ന് രാത്രി 8:35-ന് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കാർഷിക കാർണിവലിന് സാംസ്കാരിക ഘോഷയാത്രയോടെ സമാപനമായി. കുട്ടനാട് സെൻട്രലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തൃത്താല റോഡിൽ വാഴക്കാട് പാടശേഖരത്ത് സമാപിച്ചു. കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവവും നടന്നു. തൃശൂർ വാടാനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ച് ഫിഷറീസ് വകുപ്പ്. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സമുദ്രവും തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ജാതി വിവേചനത്തിനെതിരെ BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KK സുരേന്ദ്രൻ. ജാതി വിവേചനം രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റമാക്കി നിയമനിർമ്മാണം നടത്തണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. BJP ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച BR അംബേദ്കർ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ തുടർന്നു പോരുന്ന സംവരണം അതേപടി നിലനിർത്തണമെന്ന് PKS ജില്ലാ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. കൃത്യമായ സംവരണം പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കുപ്രചാരണ ബോർഡുകൾ
ജനങ്ങളിൽ ആശങ്ക പടർത്തിയ സാഹചര്യത്തിലാണ് സംവരണം അട്ടിമറിക്കപ്പെടില്ല എന്ന ജാഗ്രത ഉണ്ടാക്കണമെന്ന ആവശ്യം PKS ഉയർത്തിയത്. തൃശൂർ മണലൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് വീൽ ചെയർ കൈമാറി. ലയൺ പീതാംബരൻ രാരംഭത്ത് സ്പോൺസർ ചെയ്ത വീൽ ചെയർ ക്ലബ് പ്രസിഡന്റ് ലയൺ ജയപ്രകാശ് ചക്കാമടത്തിൽ കൈമാറി. പാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വീൽ ചെയർ സ്പോൺസർ ചെയ്തത്. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്തും കുളത്തൂർ കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ജനശ്രദ്ധ നേടും. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് 3 ഏക്കർ സ്ഥലത്ത് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം നീരാവിൽ വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്കായി നടത്തിവന്ന ജിജ്ഞാസ എന്ന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. കലാരംഗത്ത് 66 വർഷത്തിന്റെ നിറവിലേറി നിൽക്കുന്ന പ്രകാശ് കലാകേന്ദ്രമാണ് കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കാനും കലാരംഗത്ത് കൈപിടിച്ചുയർത്താനും സാമൂഹിക പ്രതിബദ്ധത വളർത്താനുമായി ക്യാമ്പ് നടത്തി വന്നത്. പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ പഴക്കുലകൾ കൊണ്ട് അലങ്കാരം തീർത്തു. ഭക്തർ ക്ഷേത്രത്തിന് കാഴ്ചവെച്ച 1000-ലധികം പഴക്കുലകൾ കൊണ്ടാണ് അലങ്കാരം തീർത്തത്. ആലപ്പുഴ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ മാർ ഇവാനിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. കൊടിയേറ്റ കർമ്മം ഫാദർ സ്റ്റീഫൻ വർഗീസ് നിർവഹിച്ചു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് കൈറ്റിന്റെ നേതൃത്വത്തിൽ കീ ടു എൻട്രൻസ് എന്ന പേരിൽ മാതൃകാ പരീക്ഷ നടത്തും. ഏപ്രിൽ 16 മുതൽ 19 വരെ പരീക്ഷയിൽ പങ്കെടുക്കാം. ഒരു ദിവസം 3 മണിക്കൂറാണ് ടെസ്റ്റ്. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടറോ പഠിക്കാത്തവർ യൂണിവേഴ്സിറ്റി കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടണം. പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.